ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വരും. ഇതൊരു മഹാവിപ്ലവമാണ് യുവജനങ്ങൾക്കെതിരായിട്ട് ഏറ്റവും വലിയ ചതി കാണിച്ച ഒരു സർക്കാരാണിത്. ധർമ്മേന്ദ്ര പ്രധാനാണ് അതിൻ്റെ ആയുധമായിരുന്നത്. അയാൾ കാണിച്ച അഴിമതിയും ചതിയും എത്ര കുട്ടികളുടെ ജീവനാണ് എടുത്തതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഉണർന്നു കഴിഞ്ഞ യുവത്വത്തിനെ എന്താ പറയുക, പെട്ടിയിൽ നിന്ന് ഭൂതം പുറത്തു ചാടി ആ ഭൂതത്തിനെ ആവാഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഈ ഭൂതം താഴോട്ട് പോവില്ല. സമരത്തിന് ഐക്യദാർഢ്യത്തിന് മാത്രമായിട്ട് അതിനായിട്ട് മാത്രം വന്നാലും ഈ സമരം എങ്ങനെയെന്ന് കാണാനും അത് ഫീൽ ചെയ്യാനും അതിന് കൂടെ നിൽക്കാനും കേരളത്തിൻ്റെ മുഴുവനും പിന്തുണ ഐക്യദാർഢ്യം അറിയിക്കാൻ വേണ്ടി വന്നാൽ ഞാൻ ഇപ്പോഴും പാർലമെന്റില്ല. മോദി ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പകരം ഒരു അതിവേഗ കോടതിയുടെ കാര്യമൊക്കെ സൂചിപ്പിക്കുന്നു. അതൊക്കെ പറഞ്ഞു. അതൊക്കെ തട്ടിപ്പല്ലേ. അതൊന്നും അല്ലേ കുട്ടികളുടെ ആവശ്യം നടത്താതെ ഈ സമരം നിൽക്കില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ്. അയാൾ എത്ര തന്നെ അടിച്ചമർത്തിയാലും ഇത് വീണ്ടും വീണ്ടും പൊന്തും. കാരണം ഇവിടെ മാത്രമല്ല ഇപ്പോൾ ഉള്ളത്, ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും ആയി കഴിഞ്ഞു. ഒരു പറയുന്ന എല്ലാ സംസ്ഥാനത്തും ഞങ്ങൾ ജന്തർ മന്തർ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ജന്തർ മന്തർ എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളാരും പഴയ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരല്ല സമരത്തിലൊന്നും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് പുറകോട്ടില്ല. നാട്ടിലേക്ക് എപ്പോഴാണ്? നാട്ടിലേക്ക് മറ്റന്നാൾ പോകും. ഇത് കറണ്ടറിയാൻ, അല്ലാണ്ട് ഞങ്ങൾക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. വേറെ അനുഭവമാണ്. ന്യൂ ജനറേഷൻ ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ വിപ്ലവം സംഘടിപ്പിക്കും. അല്ലെ, വിപ്ലവം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള നേതാക്കന്മാരെ, ഒന്ന് ഗാന്ധിജി, ഒന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ. അത് തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടത്.